ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 329. നമ്മളിന്ന് പുതിയൊരു ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. 63ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മളിന്ന് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. ഇതിലെ അധ്യായം 1 ഖണ്ഡം 1 നമ്മളിന്ന് നോക്കുന്നത്. അത് ഓംകാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓംകാരത്തിലൂടെയാണ് സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നത്. പ്രപഞ്ചം നിർഗുണമായ ബ്രഹ്മം, അതിന് രൂപവും ഭാവമൊന്നുമില്ല. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഇവിടെ എന്തോന്നുണ്ടായിരുന്നു. അതിന് എന്തോന്നേ പറയും. കാരണം അതിന് രൂപവും ഭാവമില്ല, കാണാനും പറ്റൂല, കേൾക്കാനും പറ്റൂല, രുചിക്കാനും പറ്റൂല, ഒന്നുമില്ല. അതിന് അതിരും ഒന്നുമില്ല. അത് എന്തോന്നുണ്ടായിരുന്നു. ഒന്നുമില്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തോ ഉണ്ടായിരുന്നു. അതിനാണ് ഋഷികള് പരബ്രഹ്മം എന്നെല്ലാം പറഞ്ഞത്. പരബ്രഹ്മ പുരുഷോത്തം എന്നെല്ലാം പറയും. അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. പ്രപഞ്ചമുണ്ടായ പ്രക്രിയ, അതിൽ നിന്ന് ഒരു ചെറിയ അംശമെടുത്ത് കംപ്രസ് ചെയ്തിട്ട് കണങ്ങളാക്കി മാറ്റി. ചെറിയ കണങ്ങൾ, പിന്നെ ആ കണങ്ങൾ കൂടി ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാമായി, ആ ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം കൂടിയിട്ടാണ് അത് ദ്രവ്യം, ഈ പ്രപഞ്ചമുണ്ടായത്. അപ്പോൾ എടുത്തു കംപ്രസ് ചെയ്തു. അപ്പം നമ്മളെ വായ ഓം എന്ന് പറയുമ്പോൾ ആ ഊ മ എന്ന് 3 അക്ഷരങ്ങളുണ്ട്. ആ എന്നെടുക്കുമ്പോൾ വായു എടുക്കുന്നു, ഊ എന്ന് പറയുമ്പോൾ അമർത്തി വെക്കുന്നു, മ എന്നാക്കുമ്പോൾ കംപ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ചെറിയ കണങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. ആ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ അംശം എടുത്തിട്ട് പ്രപഞ്ചമായി മാറ്റി. അപ്പം കംപ്ലീറ്റ് ആ പ്രോസസ്സിനെയാണ് ഓം എന്ന മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് ഒന്നാമത്തേൽ ആദ്യം എന്താണ് പറയുന്നത് നോക്കാം. നമ്പറൊന്നുമില്ല. ആദ്യം പറയുന്നത് ഒരു മന്ത്രം പറഞ്ഞിട്ട് ഉദ്ഗീതം എന്ന് പറയുന്ന ഓമിനെ ഉപാസിക്കണം. നമ്മൾ ആ ഓമിനെയാണ് ഉപാസിക്കേണ്ടത്. കാരണം ആ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം, അദൃശ്യമായ ബ്രഹ്മം, ദൃശ്യമായ പ്രപഞ്ചം, വിരാട രൂപം ആയത് ഈ ഓം എന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ഉദ്ഗീതം എന്ന് പറഞ്ഞത് ഏറ്റവും ഉച്ചത്തിൽ ഉച്ചരിക്കേണ്ടത് എന്നെല്ലാണ്. ഉച്ചം എന്ന് പറഞ്ഞാൽ ശബ്ദം എടുത്ത് പറയണം എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാ വാക്കുകളെക്കാട്ടിയും ഏറ്റവും ശ്രേഷ്ഠമായത് ഓമാണ്. ഏറ്റവും മഹത്തരമായത് എന്ന അർത്ഥത്തിൽ അതിൽ ഉച്ചരിക്കണം. ഏറ്റവും മഹത്തരമായ വാക്ക്. കാരണം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. പ്രപഞ്ചമുണ്ടായതിൽ നിന്നാണ് ബാക്കിയുള്ള വാക്കുകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഉദ്ഗീതം എന്ന് പറയുന്നത് ഓമാണ്. അതിനെ ഉപാസിക്കണം. അതായത് ഏറ്റവും ഉച്ചസ്ഥ നിലയിൽ അതിനെ കണ്ടുകൊണ്ട് ഉപാസിക്കണം. ഓം എന്ന് ഉദ്ഗീതം ചെയ്യുന്നു. അങ്ങനെ ഉദ്ഗീതം ചെയ്യണം. ഓം എന്ന്, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, ആദ്യം ഉണ്ടായ വാക്ക് എന്ന നിലയിൽ, മന്ത്രം എന്ന നിലയിൽ ഉച്ചരിക്കണം. അടുത്തേൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ രസം പൃഥ്വിയാകുന്നു. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും 5ആയി തിരിക്കാം. ഖര, ദ്രവ, വാതക, ഊർജം, പിന്നെ ഈ പ്രപഞ്ചം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. വേദം എന്ന് പറയുമ്പോൾ സോളിഡിന് പകരം, അല്ലെങ്കിൽ ഖരത്തിന് പകരം ഭൂമി എന്ന് പറയും. കാരണം ഭൂമിയാണ് ഖരരൂപത്തിലുള്ളത്. അപ്പം ഖരരൂപത്തിലുള്ള എല്ലാം ഭൂമിക്ക് സമാനമാണ്. ജലം ജലം തന്നെ, വായു തന്നെ. പിന്നെ അഗ്നിയാണ് വേദം പറയും. അഗ്നി എന്നതുകൊണ്ട് ഊർജം എന്ന നിലയിൽ എടുക്കണം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. അപ്പം ആദ്യം ഉണ്ടായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് സമാനമായതാണ്. അപ്പം പഞ്ചഭൂതങ്ങളുടെ രസം
ആദ്യം ഉണ്ടായത് ഏതിൽ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയുടെ ഏറ്റവും ആദ്യം ഉണ്ടായത് എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, കണമാണ് ഉണ്ടായത്. കണം സോളിഡ് അല്ലേ? ഇലക്ട്രോണ്, പ്രോട്ടോണ് അല്ലെ, അങ്ങനെയുള്ള ചെറിയ കണങ്ങൾ ദ്രവ്യമായിട്ട് കാണാം. സോളിഡ് ഭൂമിയായിട്ട് കാണാം. അപ്പൊ ആദ്യത്തെ പഞ്ചഭൂതങ്ങളുടെ രസം പൃഥ്വിയാകുന്നു. ആ പൃഥ്വിയുടെ രസമാണ് ജലം. സോളിഡ് നിന്ന് പിന്നെ ലിക്വിഡ്. അതിനെ ഒന്ന് അലിയിച്ചെടുത്തിട്ടാണ് നമ്മൾ രുചിക്കുന്നത്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ലിക്വിഡായിട്ട് എടുക്കാം. എല്ലാ സോളിഡ് എല്ലാം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞിട്ട് ലിക്വിഡ് ആക്കുമല്ല, അത് ജലഫോമാണ്. സോളിഡ് ഒരിക്കലും ലിക്വിഡായി വരും. അപ്പം അതിൻ്റെ രസം സത്ത എന്ന് പറയുന്നത് ജലമാണ്. ജലത്തിൻ്റെ രസം എന്താണ്? ആ ജലത്തിലുള്ള സാധനങ്ങൾ എന്താണ്? അതാണ് അതിൻ്റെ രസം. ജലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ജലം എന്ന് ജലമായിട്ട് എടുക്കരുത്. ജലം പോലെയുള്ള ദ്രവം. ദ്രവരൂപത്തിൻ്റെ രസം എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ്. നമുക്ക് വിലയുള്ള വസ്തുക്കളാകുമ്പോൾ അതിനെന്ത് പറയാം? ഔഷധം എന്ന് പറയാം. ജലരൂപത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഔഷധമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അവസാനം ഉമിനീരെല്ലാം ചേർത്തിട്ട് ഒരു ദ്രവരൂപത്തിലായിട്ടാണ് ശരീരത്തിലേക്ക് പോകുന്നത്. കട്ടയെടുത്ത് വിഴുങ്ങിയാലും അത് അവസാനം ദ്രവരൂപത്തിലാണ്. ആ ദ്രവരൂപത്തിലുള്ള രസം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന നമുക്കുള്ള കാൽസ്യവും വിറ്റമിനും അതെല്ലാമാണ്. അപ്പം ജലത്തിൻ്റെ രസം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ആ അമൂല്യ വസ്തുക്കളാണ്. അതിനെ ഔഷധം എന്ന് പറയുന്നു. ഔഷധമായിട്ട് ഉപമിക്കുകയാണ്. ഔഷധം പോലെയുള്ളത് ഒരു മരുന്നിൻ്റെ വെള്ളത്തിലുള്ള ദ്രവരൂപത്തിലുള്ള വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മരുന്നിനല്ലേ ശ്രേഷ്ഠത? അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റിന്. ആയുർവേദ മരുന്നിലാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഔഷധം, അതിനാണ് ഔഷധം എന്ന് പറയുന്നത്. അപ്പം അത് വലിയ വലിയ തന്മാത്രകളായിരിക്കും, അമൂല്യമായതാണ്. അപ്പം ജലത്തിൻ്റെ രസം എന്ന് പറയുന്നത് ഔഷധമാണ്. ഔഷധത്തിൻ്റെ രസം എന്ന് പറയുന്നത് പുരുഷനാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന തന്മാത്രകളിൽ നമ്മൾ ഈ കറിയുന്ന പാരസെറ്റമോൾ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് വസ്തുവാണെങ്കിൽ വൈറ്റമിൻ എന്നെല്ലാം പറയുന്നതിൽ അതെല്ലാം തന്മാത്രകളാണ്, വലിയ തന്മാത്രകളാണ്. അങ്ങനെയുള്ള തന്മാത്രകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? പുരുഷനാണ്, മനുഷ്യൻ്റെ തന്മാത്രയാണ്. അതായത് അവൻ്റെ ജനിതക ഘടനയാണ്. ജനിതക ഘടനയാണ്. അതിലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ തന്മാത്ര. അപ്പം ഔഷധങ്ങളുടെ രസം എന്ന് പറയുന്നത് പുരുഷൻ്റേതാണ്, പുരുഷനാണ്. അല്ലെ, പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ എന്താണ്? ആ ജനിതക ഘടനയാണ്. അതിൽ നിന്നാണല്ലോ പുരുഷനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. ആ പുരുഷന്റെ രസം എന്താണെന്ന് വെച്ചാൽ, ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രസം എന്താണ്? അതിൽ നിന്നും ഉത്ഭവിക്കുന്ന വാക്കുകളാണ്. അപ്പം തിരിച്ചു നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഭൂമി എന്ന് പറഞ്ഞു, പിന്നെ ജലം എന്ന് പറഞ്ഞു, പിന്നെ ജലം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്നു? പുരുഷൻ എന്നെല്ലാം പറയുന്നത് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠമായ വസ്തുക്കളാണ്. പിന്നെ വാക്കാണ് എന്ന് പറയുമ്പോൾ വായുവായി. വാക്ക്, വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ. അപ്പം വായ അല്ലെങ്കിൽ വായുവിലാണല്ലോ ശബ്ദം. അപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസായി. അല്ലെങ്കിൽ പുരുഷനാണ്. പുരുഷന്റെ രസം എന്ന് പറയുന്നത് വാക്കാണ്. അതിൽ നിന്നാണ് വാക്കുകൾ ഉത്ഭവിക്കുന്നത്. വാക്കിന്റെ രസം ഏതാണെന്ന് പറഞ്ഞാൽ ഋക്ക്, ശ്രുതിയാണ്. വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും വലിയ ശാസ്ത്ര തത്വങ്ങളെല്ലാം മനുഷ്യരിലൂടെ രൂപപ്പെട്ട്. അതിനാണ് ഋഗ്വേദം എന്നെല്ലാം പറയുന്നത്. ഋഗ്വേദത്തിലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതാണ് ഋക്ക് എന്ന് പറയുന്നത്. സ്തുതികൾ, വാക്കുകളുടെ പ്രത്യേകത, ഏറ്റവും അർത്ഥമുള്ള വാക്കുകൾക്കാണ് സ്തുതികൾ അല്ലെങ്കിൽ ഋക്കുകൾ എന്ന് പറയുന്നത്. ഋക്കിന്റെ രസം എന്താണ്? സാമമാണ്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും പറ്റി അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. അതിൻ്റെ അകത്തുള്ള സത്ത എന്താണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും സത്ത എന്താണ്?
കെമിസ്ട്രിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്നുള്ളതെല്ലാം ഋഗ്വേദത്തിൽ ഉണ്ടെങ്കിലും അത് ഏറ്റവും സൂക്ഷ്മമായി വിവരിക്കുന്നത് സാമവേദത്തിലാണ്. സാമവേദം കെമിസ്ട്രിയും അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് ആറ്റങ്ങളെപ്പറ്റി, ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായേ അതിനെപ്പറ്റി. അപ്പോഴാണ് തന്മാത്രകൾ. അപ്പം ഋഗ്വേദത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിൻ്റെ എല്ലാം സാരാംശം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്? ആറ്റങ്ങളെ കൊണ്ട്. ആറ്റങ്ങൾ അല്ല, തന്മാത്രകളെ കൊണ്ട്. തന്മാത്രകൾ ആറ്റങ്ങളെ കൊണ്ട്. ആറ്റ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇങ്ങനെ മൂന്നിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊർജത്തിലേക്ക് പോകും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടത്തേക്ക് പോകും? ബ്രഹ്മത്തിലേക്ക് പോകും. ശാസ്ത്രജ്ഞന്മാരെ അങ്ങനെ അന്വേഷിച്ച് പോയിട്ടാണ് അവരവിടെ എത്തിയ. ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അവിടത്തേക്ക് എത്തിയ, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തിയ. അതിൻ്റെ അപ്പുറമാണ് ആരാ ഇരിക്കുന്നത്? ഈ ഓം, ഈ പ്രക്രിയ. അതാ ഓമിലൂടെയാണ് അത് ഇങ്ങോട്ടും അങ്ങോട്ടും മാറുന്നത്, ആ അതിർത്തിയിൽ നിന്ന്. അപ്പം സാമത്തിൻ്റെ രസം ഉദ്ഗീതമാണ്. ഉദ്ഗീതം എന്ന് പറയുന്നത് തന്നെയാണ് നേരെ ഓം എന്ന് പറഞ്ഞത് ഓംകാരമാണ്. അപ്പം സാമവേദത്തിലൂടെ നമുക്ക് എവിടത്തേക്കെത്താം? ഉദ്ഗീതത്തിലേക്കെത്താം, ഓംകാരത്തിലേക്കെത്താം. അത് തന്നെയാണ് ശാസ്ത്രലോകം. പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മുഴുവൻ പഠിച്ചു, അത് ഋഗ്വേദം. പിന്നെ അതിൻ്റെ അകത്ത് അതെല്ലാം ഏതിനെ കൊണ്ടാണോ ഉണ്ടാക്കിയതെന്ന് നോക്കി, അത് കെമിസ്ട്രി, അത് സാമവേദം. സാമവേദത്തിലൂടെ പോയിട്ടാണ് ആറ്റത്തിലെ ഇലക്ട്രോണ് എനർജിയിലെത്തി. പിന്നെയാണ് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടായി എന്ന ആ ഓം എന്ന മന്ത്രത്തിലേക്ക് എത്തുന്നത്. അതാണ് ഏറ്റവും ഉദ്ഘോഷിക്കേണ്ടത്, അതാണ് ഉദ്ഗീതം. എന്നിട്ട് ഈ 8 സ്റ്റെപ്പ്, നേരെ പൃഥ്വി, ജലം എന്നെല്ലാം പറഞ്ഞ, അങ്ങനെ അടുത്ത മന്ത്രത്തിൽ പറയുകയാണ്, അങ്ങനെ 8ാമത്തേതായ ഉദ്ഗീതമാകുന്നു ഓംകാരം. അങ്ങനെ ഈ 8 സ്റ്റെപ്പിലൂടെയാണ് ഓംകാരത്തിലേക്ക് എത്തുന്നത്. അത് അങ്ങേയറ്റത്തെ രസമാണ്. ഏറ്റവും അങ്ങേയറ്റത്ത് ശാസ്ത്രലോകം അന്വേഷിച്ച് പൊളിച്ചു നോക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പൊളിച്ചു നോക്കി അവസാനം എത്തുമ്പോഴുള്ള ആ സ്റ്റേജാണ് ഉദ്ഗീതം. അതാണ് ഓംകാരം. ഓംകാരത്തിലൂടെയാണ് ആ നിർഗുണമായ ബ്രഹ്മം ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അങ്ങേയറ്റത്തെ രസമാണ്. അത് പരമാത്മാവെന്നുള്ള സ്ഥാനത്തിന് അർഹമാണ്. അതാണ് പരമാത്മാവിൻ്റെ സ്ഥാനം. അവിടെയാണ് ആരിയ്ക്കുന്നത്? ആ നിർഗുണമായ ബ്രഹ്മം ഇരിക്കുന്നതിലെ പരമാത്മാവ് ഇരിക്കുന്നത്. അടുത്ത മന്ത്രത്തില് ഋക്ക് എന്താണ്, സാമം എന്താണെന്ന്, ഉദ്ഗീതം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഋക്ക് തന്നെ വാക്ക്. ഋക്ക് എന്നത് വാക്കാണ്. ഋഗ്വേദം, ഉച്ചത്തിൽ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ. അതിലാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും ആ ഋഗ്വേദത്തിലാണ് ഉള്ളത്. ഋക്ക്. സാമം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള സംഗതിയാണ്, പ്രാണനാണ്. നമ്മളെ ഉള്ളിലുള്ള പ്രാണൻ പോലെയുള്ളതാണ് കെമിസ്ട്രി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം അടങ്ങിയതാണ് ഋഗ്വേദമെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോന്നും ഇതല്ലേ ഇതിനെക്കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കെമിസ്ട്രിയിലൂടെയാണ് പൊളിച്ചു നോക്കി ഉണ്ടാക്കിയത്. അതതിൻ്റെ അകത്തുള്ള സൂക്ഷ്മമായതാണ്. നമ്മിൽ ഉള്ള പ്രാണൻ പോലെയാണ് അതിൻ്റെ അകത്തുള്ള പ്രാണൻ. പ്രാണനാണ് കെമിസ്ട്രി, സാമവേദം. അപ്പം സാമം പ്രാണനാണ്. ഇപ്പം ഋഗ് വാക്കാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്. സാമം അതിൻ്റെ പ്രാണനാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലൂടെയാണ് കടന്ന് ചെല്ലുമ്പോൾ ഉദ്ഗീതത്തിലേക്ക് എത്തുന്നത്. അതാണ് ഓം. അറ്റത്തിലൂടെ പോയി എത്തുമ്പോൾ അവസാനം എത്തുന്നതാണ് ഓം. കുറേ കെമിസ്ട്രി എല്ലാം അറിയുന്നവർക്ക് പെട്ടെന്ന് ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം പിടിക്കുക. അല്ലാതെ അവർ എന്തെന്നായി പറഞ്ഞു എടുക്കുന്നത് എന്ന് അന്തം വിട്ടിരിക്കും. ഇനി അടുത്ത മന്ത്രത്തില് എന്നിട്ട് അതിൽ തന്നെ പറയാണ്, ഈ വാക്ക് അല്ലെ ഋക്കും പ്രാണനും സാമവും കൂടുന്നതാണ് മിഥുനം. മിഥുനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക.
ഇതെല്ലാം പ്രത്യേക രീതിയിൽ ഈ ശാസ്ത്രവും ഋഗ്വേദങ്ങളും പ്രപഞ്ചവും എല്ലാം എങ്ങനെയുണ്ടായി? ആ ശാസ്ത്രവും സാമവേദവും ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലൂടെ ഓങ്കാരത്തിലൂടെ ഇതെല്ലാം പ്രത്യേക തരത്തിൽ കൂടിച്ചേരുന്നതാണ് മിഥുനം, കൂടിച്ചേരുക. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ അടുത്ത മന്ത്രത്തിൽ പറയാണ്, ഈ മിഥുനം ഓമിൽ ചേർന്നിരിക്കുന്നു. ഓം എന്ന ആ പ്രക്രിയയിലൂടെയാണ് നിർഗുണമായ ബ്രഹ്മം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലും മിഥുനം കൂടിച്ചേർന്നുകൊണ്ട് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം കൂടിച്ചേരണ്ടിക്ക് എന്ത് വേണം? കാമം വേണം. മിഥുനത്തിൽ ഇവ സംയോജിക്കുമ്പോൾ കാമോത്സുകത ഉണ്ടാകുന്നു. കൂടിച്ചേരണ്ടിക്ക് അവിടെ എന്ത് വേണം? കാമം വേണം. ആണും പെണ്ണും കൂടിച്ചേരണ്ടിക്ക് കാമം വേണം. അപ്പം ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ എന്തുകൊണ്ടാണ് കൂടിച്ചേരുന്നത്? ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അതും തമ്മിലൊരു കാമമുണ്ട്. അതുകൊണ്ടാണ് അത് കൂടിച്ചേരുന്നത്. സൂര്യന് ചുറ്റും ഗോളങ്ങൾ ചുറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ പ്രേമത്തിലായതുകൊണ്ടാണ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചുറ്റുന്നത് എന്താണ്? ചന്ദ്രൻ ഭൂമിയെ പ്രേമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കാമത്തിലൂടെയാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്. എന്തുകൊണ്ടാണ്? കാമത്തിലൂടെയാണ്. പോസിറ്റീവ് ആറ്റങ്ങളും നെഗറ്റീവ് ആറ്റങ്ങളും, ഓക്സിഡേഷനും റിഡക്ഷനും എന്നെല്ലാം പറയാം. അവിടെ എല്ലാം ഒരു കാമമുണ്ട്, എല്ലാത്തിലും കാമമുണ്ട്. അതായത് രണ്ട് ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ്. ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു കാമമുണ്ട്. അപ്പം മിഥുനത്തിൽ ഇവ സംയോജിക്കുമ്പോൾ കാമോത്സുകത ഉണ്ടാകുന്നു. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ഈ സത്യം അറിയുന്നവൻ കാമനകളെ പൂർത്തീകരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞന്മാര് ഈ കാമനകളെ, അവരുടെ കാമനകളെ, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നു. അപ്പം ശാസ്ത്രജ്ഞന്മാർ ഈ ശാസ്ത്രതത്വം എല്ലാം മനസ്സിലാക്കുമ്പോൾ ഇവ തമ്മിലുള്ള ആ ആകർഷണം കൂടിച്ചേരാനുള്ള ഒരു ടെൻഡൻസി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പല വസ്തുക്കളെയും കൂട്ടിച്ചേർത്തിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ചായപ്പൊടിക്കും പഞ്ചസാരക്കും എല്ലാം വെള്ളത്തിനെല്ലാം കൂടിച്ചേരാനുള്ള, പാലിനും എല്ലാം കൂടിച്ചേരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്തായി മാറാൻ? ചായയായി മാറാൻ. അവർ തമ്മിലൊരു പ്രേമമുണ്ട് ഇതിനെല്ലാം കൂടിച്ചേരാനുള്ള. അരിക്കും വെള്ളത്തിനും കൂടിച്ചേർന്നിട്ട് ചോറാകണം, നല്ല സുന്ദരമായ ചോറാകണം എന്നുള്ളൊരു, അതിൻ്റെ സന്തതിയാണ് ചോറ്. അപ്പം ഇവിടെയെല്ലാം ഒരു പ്രേമമാണ്. പ്രേമമില്ലാതെ എങ്ങനെ കൂടിച്ചേരുക? അപ്പം ആ കാമനകളെ പൂർത്തീകരിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും കാമനകളെ ശാസ്ത്രജ്ഞന്മാർ അവൻ്റെ കാമനകളെ പൂർത്തീകരിക്കുന്നത് ഈ തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത്. അടുത്തതിൽ അങ്ങനെയുള്ള ഓങ്കാരത്തിൻ്റെ അനുജ്ഞാരൂപമാണ് അക്ഷരം. ഓങ്കാരത്തിൻ്റെ അനുജ്ഞാരൂപം, അതായത് അംഗീകരിച്ച രൂപം. ഓങ്കാരം നിർഗുണമായ ബ്രഹ്മം ഓങ്കാരം എന്നൊരു പ്രക്രിയയിലൂടെയാണ് കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം പ്രപഞ്ചമായി മാറുമ്പോൾ അത് തീരുമാനിച്ചിട്ടുണ്ട്, അത് അനുവദിച്ച ക്രമത്തിലൂടെയാണത് പോയിരിക്കുന്നത്. ആ അനുവദിച്ച ക്രമം എന്താണ്? സയൻസിലൂടെയാണ്. അപ്പോൾ ഒരു സയൻസ്, ഓങ്കാരം അനുവദിച്ച വഴിയിലൂടെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതാണ് അക്ഷരങ്ങളായി മാറിയത്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങളായി മാറിയത്. ഓങ്കാരം ശാസ്ത്രതത്വങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇന്ന ക്രമത്തിലൂടെ വേണം ഇവ കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചമായി മാറാനും മനുഷ്യനായി മാറാനും എല്ലാം അവിടെ സയൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇലക്ട്രോൺ ഉണ്ടായി, പ്രോട്ടോൺ ഉണ്ടായി, തുല്യ എണ്ണം ഉണ്ടായി, അവ കൂടിച്ചേർന്നിട്ട് ആറ്റങ്ങൾ ഉണ്ടായി, ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് തന്മാത്രകൾ ഉണ്ടായി. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ, ആ ശാസ്ത്രത്തിനാണ് ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓങ്കാരത്തിൻ്റെ അനുജ്ഞാരൂപമാണ് അക്ഷരം. അത് അംഗീകരിച്ച സയൻസ് തത്വമാണ്. എങ്ങനെയെല്ലാം സൃഷ്ടിക്രമം പോണഗണം എന്ന് തീരുമാനിച്ച ആ ക്രമമാണ് അക്ഷരം.
ഏതെങ്കിലും ഒന്നിനെ അനുവദിക്കുന്നതാണ് ഓം. ഏതെങ്കിലും ഒന്നിനെ അനുവദിക്കുന്നു. നീ ഇങ്ങനെ പോയിക്കോ, മറ്റേത് ഇങ്ങനെ പോയിക്കോ. ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണോടും പറയുന്നത് നീ കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ ആയിക്കോ. രണ്ടെണ്ണത്തും കൂടി ചേർന്നിട്ട് അവനോട് പറയുന്നത് നീ ഹീലിയം ആയിക്കോ. എന്നിട്ട് ഇങ്ങനെ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ അനുവദിക്കുന്നതാണ് ഓം. അപ്പോൾ ഓം എന്ന പ്രക്രിയയിലൂടെ പ്രപഞ്ചമുണ്ടാകുമ്പോൾ അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇങ്ങനെ വേണം പോകാൻ. അല്ല തോന്നുന്ന മാതിരി സൃഷ്ടി നടന്നതല്ല. അത് സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്രമം നടന്നപ്പോഴാണ് ഇവിടെ സമൃദ്ധി ഉണ്ടായത്. അതൊരു ചിട്ടയോടുകൂടി ഉണ്ടായതാണ്. അല്ല തോന്നുന്ന മാതിരി ഉണ്ടായതൊന്നുമല്ല. തോന്നുന്ന മാതിരി ഉണ്ടായതാണെങ്കിൽ നമുക്ക് തിന്നാനുള്ള പുല്ലി അല്ല, നമുക്ക് തിന്നാനുള്ള മൃഗങ്ങൾക്ക് തിന്നാനുള്ള പുല്ലുണ്ടാവില്ല, നമുക്ക് തിന്നാനുള്ള നെല്ലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ക്രമത്തിൽ അത് അനുവദിച്ചിട്ട് കൊണ്ട് തന്നെയാണ് സമൃദ്ധിയായിട്ട് എല്ലാം ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഒന്നിന് തിന്നാനുള്ള സാധനമല്ല, എല്ലാത്തിനും തിന്നാനുള്ള സാധനങ്ങൾ ഇവിടെ ഒരു ക്രമത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണ് അത് സമൃദ്ധിയിലേക്ക് നയിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയവൻ കാമങ്ങളിൽ സമർത്ഥനായിത്തീരുന്നു. ഈ ശാസ്ത്രതത്വം മനസ്സിലാക്കുന്നവനാണ് കാമനകളിലൂടെയെല്ലാം ശാസ്ത്രതത്വങ്ങളിലൂടെയെല്ലാമാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് അവന് യജ്ഞങ്ങളും ചെയ്യുന്നു. അടുത്തതിൽ പറയുകയാണ്, ഓം എന്ന മന്ത്ര അക്ഷരത്തിൽ ത്രൈവിദ്യ നടക്കുന്നു. 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഓം എന്ന അക്ഷരത്തിന് ഓം എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്. അത് 3 വിദ്യകളാണ്, 3 ഫങ്ഷനാണ്. ആ ഊമ. ആ എന്ന് പറയുമ്പം നിർഗുണമായ ബ്രഹ്മത്തെ എടുക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഒരു രൂപത്തിലാക്കി വെക്കുന്നു, പ്രസ് ചെയ്യുന്നു, എന്നിട്ട് സൃഷ്ടിക്രമം പോകുന്നു. ആശ്രാവണം. ഓം എന്ന് ആശ്രാവണം ചെയ്യുന്നു. അത് ശ്രദ്ധയെ ആകർഷിക്കുന്നു. എല്ലാറ്റിനെയും ആകർഷിച്ചിട്ട് ആ എന്ന് പറയുമ്പോൾ ആ പുറത്തുള്ള വസ്തുവിനെ ആകർഷിച്ചിട്ട് അകത്തേക്ക് എടുക്കുന്നു. ഓം എന്നും ശംസിക്കുന്നു, അതായത് പിന്നെ അടുപ്പിക്കുന്നു. വായിൽ ആ എന്ന് പറയുമ്പോൾ എടുത്തിട്ട് ഊ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒതുക്കി വെക്കുന്നു. ഓം എന്നത് ഉദ്ഗാനം ചെയ്യുന്നു. പിന്നെ ഓങ്കാരം എന്ന ആ പ്രക്രിയയിലൂടെ സൃഷ്ടിക്ക് വേണ്ട വസ്തുക്കളെല്ലാം ഉണ്ടാക്കി അതിലൂടെ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നു. നിർഗുണമായ ബ്രഹ്മത്തിൽ ഒരു പോർഷനെ എടുക്കുന്നു, ഒരുക്കി വെക്കുന്നു, കംപ്രസ് ചെയ്യുന്നു, കണങ്ങളാക്കി മാറ്റുന്നു. ഓം എന്ന പ്രക്രിയയിലൂടെ പിന്നെ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് ഇലക്ട്രോണും പ്രോട്ടോണുകളെല്ലാം ഉണ്ടായിട്ട് സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നു. ഇത് ആ അക്ഷരത്തിൻ്റെ പൂജയായും മഹിമയായും രസം കൊണ്ടും എല്ലാമാണ്. ഇതാണ് ആ അക്ഷരത്തിൻ്റെ മഹിമ. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രസം. ഓമിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം, അതിലാണ് അതിൻ്റെ സത്ത. അതിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഇങ്ങനെ ഇപ്രകാരം അറിയുന്നവരും, ഈ ശാസ്ത്രതത്വം അറിയുന്നവരും, അതായത് ജ്ഞാനികളായ ബുദ്ധിമാന്മാരും അറിയാത്തവരും, ഈ തത്വമൊന്നും അറിയാത്ത സാധാരണ ജനങ്ങളും, അറിയുന്ന വിദ്വാൻമാരും, ഇതൊന്നും അറിയാതെ കെമിസ്ട്രി ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങളും ഈ അക്ഷരം കൊണ്ട് കർമ്മം ചെയ്യപ്പെടുന്നു. ആ ഓമിൻ്റെ പ്രേരണയാലാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുണ്ടാക്കിയ നിയമങ്ങൾ, ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ശാസ്ത്രം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മനുഷ്യരെല്ലാം കർമ്മം ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ചോറ് വെക്കുന്നതിൻ്റെ അകത്തുള്ള സയൻസ് ഒന്നും ആർക്കും അറിയില്ല. എന്താണ് അരി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർക്കറിയാം. അതിൻ്റെ ഘടനയിൽ എന്തെല്ലാം മാറ്റം സംഭവിക്കുന്നതെന്ന്.
അതിൻ്റെ ആറ്റങ്ങളിൽ എന്തെല്ലാം ചേഞ്ചസുകൾ വരുന്നത് ശാസ്ത്രജ്ഞന്മാർക്കറിയാം. അല്ല, സാധാരണ ജനങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരും ചെയ്യുന്നത്, ചോറുണ്ടാക്കുന്നത് അരിവെള്ളത്തിലിടുന്ന് ചൂടാക്കുന്നു. അപ്പം രണ്ടു കൂട്ടരും ഈ ശാസ്ത്രതത്വങ്ങൾ അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം ശാസ്ത്രതത്വം അറിയുന്ന ആൾക്കാരാണ് വിദ്യ എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മരഹസ്യം മുഴുവൻ അറിയുന്ന, ഈ സൃഷ്ടിക്രമം മുഴുവൻ, ഓമിനെ പറ്റിയെല്ലാം അറിയുന്നവർക്ക് വിദ്യ എന്നതും, സാധാരണ ജോലിയെല്ലാം ചെയ്യുന്നത് അവിദ്യ, മോഡേൺ സയൻസ്. അവിദ്യയും ഭിന്നങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും, ഈ ശാസ്ത്രതത്വങ്ങളും രണ്ടും ഭിന്നമാണ്. വിദ്യ എന്നത് ആ ബ്രഹ്മത്തെ പറ്റിയുള്ള എല്ലാം അതിൻ്റെ കളിയാണ് എന്നുള്ള ആ ഒരു ഇതെല്ലാമായി മാറി നമ്മളതിൽ ഭ്രമിച്ചുകൊണ്ടെല്ലാം ജീവിക്കുന്നു. അത് അവിദ്യ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രമോദായി മാറിയതും. എല്ലാവരും എല്ലാ ജീവജാലങ്ങളും അതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്തില്ല, സംസാരിക്കാനും പോവില്ല, വർക്ക് ചെയ്യാനും പോലും. എന്തിനു ഒന്ന് മറ്റൊന്നുമായിട്ട് എന്ത് ബന്ധം? ഈ കൈയും ഈ വിരലും തമ്മിൽ എന്തെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ എന്നാൽ വിദ്യയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുന്നത് അധികം വീര്യമുള്ളതാകുന്നു. എന്നാൽ ഇതിലേറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ച ബ്രഹ്മവിദ്യ മുഴുവൻ മനസ്സിലാക്കിയിട്ട് യജ്ഞം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്.